ഹലോ വിദ്യാർത്ഥികളെ, ഇപ്പോൾ ഞങ്ങൾ ബാഹ്യ ആംഗുലർ മീറ്റിംഗ് സർഫേസ് സ്ക്രാപ്പ് ചെയ്യുക എന്ന വിഷയത്തിലൂടെയാണ് പോകുന്നത്. ആംഗുലർ സർഫേസ് ആപ്ലിക്കേഷനിൽ രണ്ട് മീറ്റിംഗ് സർഫേസ് കൃത്യമായ വിന്യാസവും ശരിയായ ഫിറ്റും ഉറപ്പാക്കാൻ ഉപയോഗിക്കുന്ന കൃത്യമായ മഷീനിങ് ടെക്നിക്കാണിത്. ആവശ്യമുള്ള ആംഗിൾ സർഫേസ് ഫിനിഷും നേടുന്നതിന് മേറ്റിംഗ് സർഫേസിൽ നിന്ന് മെറ്റീരിയൽ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യുന്നത് പ്രക്രിയയിൽ ഉൾപ്പെടുന്നു. മേറ്റിംഗ് സർഫേസിൻ്റെ ആംഗിൾ പരിശോധിക്കുന്നതിന് ഒരു സൈൻ ബാർ സാധാരണമായി ഉപയോഗിക്കുന്നു. ഒരു സൈൻ ബാർ എന്നത് കൃത്യമായി ഗ്രൗണ്ട് ചെയ്ത സമാന്തര സർഫസ് ഉള്ള ഒരു കടുപ്പമുള്ള സ്റ്റീൽ ബാർ അടങ്ങുന്ന ഒരു കൃത്യമായ അളക്കൽ ഉപകരണമാണ്. സ്ക്രാപ്പ് ചെയ്ത സർഫസിൻ്റെ ആംഗിൾ അളക്കാൻ ഒരു ഡയൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു ഉയരം ഗേജ് എന്നിവയുമായി ചേർന്ന് ഇത് ഉപയോഗിക്കുന്നു. ഈ വ്യായാമത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ഫയൽ ഫ്ലാറ്റിലേക്കും ചതുരത്തിലേക്കും ഡ്രോയിങ് അനുസരിച്ച് അടയാളപ്പെടുത്തുക, സാക്ഷി അടയാളങ്ങൾ പഞ്ച് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ഭാഗം 1ഉം 2ഉം സ്ക്രാപ്പ് ചെയ്ത് തയ്യാറാക്കുക. സൈൻ ബാറും ഡയൽ ഇൻഡിക്കേറ്ററും ഉപയോഗിച്ച് ആംഗിൾ പരിശോധിക്കുക. ഈ വിഷയത്തിൽ നിരവധി ഉപകരണങ്ങളുടെയും ഉപയോഗം ഉൾപ്പെടുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങൾ ഇതാ: സ്ക്രാപ്പർ, കീ സ്ലോട്ടുകൾ, ഓയിൽ ലൈനുകൾ, സമാന്തര പ്രതലങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഈ ഉപകരണം ഉപയോഗിക്കുന്നു. സൈൻ ബാർ, ഡയൽ ഇൻഡിക്കേറ്റർ എന്ന സപ്പോർട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് ഉപരിതലത്തിന്റെ സമാന്തരതയും കോണീയതയും അളക്കാൻ ഈ ഉപകരണം ഉപയോഗിക്കുന്നു. ഡയൽ ഇൻഡിക്കേറ്റർ ഉപരിതലം, സമാന്തരത, തരംഗത, കോണീയത എന്നിവ വളരെ കൃത്യതയോടെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉയർന്ന കൃത്യതയുള്ള ഉപകരണമാണിത്. ഹെയ്റ്റ്, ഗൗജ്, ബീം, ബേസ്, സ്ക്രാപ്പുകൾ എന്നിവ ഉപയോഗിച്ച് ജോലിയുടെ ലംബമായ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക കൃത്യതയുള്ള ഉപകരണമാണിത്. അളക്കുമ്പോൾ ഗേജ് അടിസ്ഥാനത്തിന് ഡാറ്റ നൽകാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപരിതല ബ്ലോക്കിൽ സ്ഥാപിച്ചിരിക്കുന്നു. പ്രിസിഷൻ പാരലുകൾ അല്ലെങ്കിൽ ഗേജ് ബ്ലോക്കുകൾ, ഇവയിൽ ജോലിയുടെ കോണും ഉയരവും അളക്കുമ്പോൾ കൃത്യമായ ഗേജ് ബ്ലോക്കുകൾ ജോയിംഗ് ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നു. ജോലി ചെയ്യുമ്പോൾ ബ്ലോക്കുകൾ വിന്യസിക്കാൻ ഒരു പ്രത്യേക പ്രോപ്പർട്ടി റിംഗിംഗ് ഉപയോഗിക്കുന്നു. വൈസ് ഓർ ഫിക്സ്ചർ, മെഷീനിംഗ് സമയത്തും മറ്റ് ചില ഫിറ്റിംഗ്, ഫെയിലിംഗ് പ്രവർത്തനങ്ങളിലും ജോലി കർശനമായി പിടിക്കാൻ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഒരു സൈൻ ബാർ ഉപയോഗിച്ച് ആംഗിൾ പരിശോധിക്കുന്നതിനും ഉപയോഗിക്കുന്ന പ്രാഥമിക ഉപകരണങ്ങൾ ഇവയാണ്. ഈ ഉപകരണങ്ങളുടെ ശരിയായ തിരഞ്ഞെടുപ്പ്, കാലിബ്രേഷൻ, കൈകാര്യം ചെയ്യൽ എന്നിവ കൃത്യവും വിശ്വസനീയവുമായ ഫലങ്ങൾ കൈവരിക്കുന്നതിന് നിർണായകമാണ്. കൂടാതെ ഉപരിതല ഫിനിഷും കൃത്യതയും അളക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ. അസംസ്കൃത വസ്തുക്കൾ അതിന്റെ വലുപ്പത്തിനായി പരിശോധിക്കുക. ഫീൽ ചുതു മുഴുവൻ അളവിലേക്ക് ഫ്ലാറ്റിൻസിലേക്കും സ്ക്യൂസിലേക്കും കൊണ്ടുവനക്കോ. ഡ്രോയിംഗ് അനുസരിച്ച് ഡൈമെൻഷണൽ ലൈനുകൾ അടയാളപ്പെടുത്തുക. സാക്ഷി അടയാളങ്ങൾ പഞ്ച് ചെയ്യുക. ഡിമെൻഷനാൽ അക്യൂറസി ±0.02 മില്ലിമീറ്റർ മിലാനിധി പാർട്ട് 1 ഫയൽ ചെയ്ത് വേണ്ട സിസിലേക്കും ഷേപ്പിലേക്കും കൊണ്ടുവരിക്കും. ഫയൽ ഭാഗം 1 മുതൽ വലുപ്പത്തിലും ആകൃതിയിലും ഡൈമെൻഷണൽ കൃത്യത നിലനിർത്തുന്നു. 0.02. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 19-17 ആംഗിൾ പരിശോധിക്കുക. അതുപോലെ തമി പാർട്ട് 2 ഫയൽ ചെയ്ത് വേണ്ട ഷേപ്പിലേക്കും സിസിയിലേക്കും കൊണ്ടുവാണിക്കുക. അതുപോലെ ആംഗിൾ 19°17' ചെക്ക് സൈസ്. കോണീയ പ്രതലങ്ങളിലെ ഉയർന്ന പൊട്ടുകൾ പരിശോധിക്കാൻ പ്രഷ്യൻ നീല ഉപരിതല പ്ലേറ്റിൽ തുല്യമായി പ്രയോഗിക്കുക. പാർട്ട് 1ന്റെയും പാർട്ട് 2ന്റെയും അംഗല സർഫേസുകൾ സർഫാസിസ് പലതിലുമേൽ പതിയെ ചുളിപ്പിക്കുക. ഉപരിതല ഫലകത്തിൽ നിന്ന് ജോലി എടുക്കുക. കോണീയ പ്രതലങ്ങളിൽ ഉയർന്ന സ്ഥലം, പ്രഷ്യൻ നീല പുള്ളി അടയാളങ്ങൾ ശ്രദ്ധിക്കുക. ജോലി ഒരു ബെഞ്ചിൽ പിടിക്കുക. ഒരു ഫ്ലാറ്റ് സ്ക്രാപ്പർ ഉപയോഗിച്ച് ഉയർന്ന പാടുകൾ നീക്കം ചെയ്യുക.
ഭാഗം 1ന്റെ മുഴുവൻ കോണീയ പ്രതലങ്ങളും പ്രഷ്യൻ നീല മൂടുന്നത് വരെ പ്രക്രിയ ആവർത്തിക്കുക. അതുപോലെ പാർട്ട് 2 മില്ലിമീറ്റർ സ്കെർപ്ചത്ത് ആംഗ്ലെയർ സർഫേസിലെ ഹൈ സ്പോഡ് ഒഴിവാക്കുക. കൂടാതെ ആംഗിൾ 19 ഡിഗ്രി 17 മിനിറ്റ് നിലനിർത്തുക. ഉപരിതല പ്ലേറ്റ്, സൈൻ ബാർ, സ്ലിപ്പ് ഗേജ് എന്നിവ മൃദുവായ തുണി ഉപയോഗിച്ച് വൃത്തിയാക്കുക. 33.024 മില്ലിമീറ്റർ കനമുള്ള സ്ലിപ്പ് ഗേജ് തിരഞ്ഞെടുക്കുക. സൈൻ ബാറിൽ ഭാഗം 1 സജ്ജീകരിച്ച് ശരിയായി മുറുകെ പിടിക്കുക. സ്റ്റാൻഡിൽ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ശരിയാക്കുക. ജോലിയുടെ കോണീയ പ്രതലത്തിൽ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ പ്ലങ്കർ സജ്ജീകരിക്കുക. സൈൻ ബാർ റോളറിന് കീഴിൽ സ്ലിപ്പ് ഗേജുകൾ വായിക്കുക. ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നീക്കി പാരലലിസം പരിശോധിക്കുക. കോണീയ പ്രതലത്തിന്റെ സമാന്തര പരിശോധിക്കുക. നീന്തില്ലെങ്കിലും 0 ഓതണൽ തന്നെ നിശ്ചലമായി നിൽക്കുകയോ ചത്താൽ ആർത്തുമാക്കുന്നത്. ജോലിയുടെ കോണീയ പ്രതലത്തിൽ വ്യതിയാനം ഇല്ല. അതിനുപകരം ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ പോയിന്റർ പ്ലസ് അല്ലെങ്കിൽ മൈനസ് സൈഡിലേക്ക് നീങ്ങുന്നു എന്നതിനർത്ഥം ജോലിയുടെ കോണീയ പ്രതലത്തിൽ ഒരു വ്യതിയാനം ഉണ്ടെന്നാണ്. എന്തെങ്കിലും വ്യതിയാനം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അനുയോജ്യമായ സ്ലിപ്പ് ഗേജ് ഉപയോഗിച്ച് ജോലിയുടെ ഉപരിതലത്തിന്റെ സമാന്തരത ശരിയാക്കുകയും ക്രമീകരണം അഴിച്ചുമാറ്റുക. എല്ലാ ഉപകരണങ്ങളും വൃത്തിയാക്കി ശരിയായ സ്ഥലത്ത് സൂക്ഷിക്കുക. ഭയം 1 ഭാഗ്യം 2 എന്നിവയുടെ അങ്കുലീസ് ഭാഗം ഉണ്ടാക്കി അതിനാൽ പുറത്തു. ഓയിൽ കോഹം കൊടുത്ത പരിശോധനക്കായി സൂക്ഷിക്കുക. ടാൻ എതിർവശം തൊട്ടടുത്തുള്ള വശം 35 മില്ലിമീറ്ററിന് തുല്യമാണ്. 100 മില്ലിമീറ്ററിൽ നിന്ന് 0.35 മില്ലിമീറ്ററിന് തുല്യമാണ്. ടാൻ 0.35 തുല്യമാണ്. ടാൻ നെഗറ്റീവ് 1 0.35 തുല്യമാണ്. 19 17 20. കാരണം 19 ഡിഗ്രി 17 മിനിറ്റ് 20 സെക്കൻഡ്. ത്രികോണമിതി പട്ടിക പ്രകാരം ഒരു എക്സ്റ്റേർണൽ ആംഗുലർ മീറ്റിംഗ് സർഫേസ് സ്ക്രാപ്പ് ചെയ്യുന്നതിനും സൈൻ ബാർ ഉപയോഗിച്ച് ആംഗിൾ പരിശോധിക്കുന്നതുമാണ് വിഷയം. സർഫേസ് സ്ക്രാപ്പ് ചെയ്യുന്നത് ഒരു കൃത്യമായ ആംഗിൾ നേടുന്നതിന് മെറ്റീരിയൽ നീക്കം ചെയ്യുന്നത് ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നു. സർഫേസ് വൃത്തിയാക്കൽ, ഒരു ഫ്ലാറ്റ് റെഫറൻസ് പ്ലെയിനിൽ സൈൻ ബാർ സജ്ജീകരിക്കുക, വർക്ക് പീസ് മൗണ്ട് ചെയ്യുക, വ്യാധിയങ്ങൾ അലക്കാൻ ഒരു ഡയൽ ഇൻഡിക്കേറ്റർ സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. വർക്ക് പീസിൽ ആവശ്യമുള്ള ആംഗിൾ നേടുന്നതിന് ഷിമ്മുകളോ മറ്റു മാർഗങ്ങളോ ഉപയോഗിച്ച് ആംഗിൾ ക്രമീകരിക്കുന്നു. സ്ക്രാപ്പിംഗ് പ്രക്രിയ ഒരു സ്ക്രാപ്പർ ടൂൾ ഉപയോഗിച്ചാണ് നടത്തുന്നത്. മർദ്ദം പോലും പ്രയോഗിക്കുകയും നിയന്ത്രിത സ്ട്രോക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഒരു കൃത്യമായ ലെവൽ അല്ലെങ്കിൽ ഒരു ആംഗിൾ മെഷർമെൻറ്റ് ടൂൾ ഉപയോഗിച്ച് ആംഗിൾ പരിശോധിക്കുന്നു. സൈൻ ബാർ ഒരു റെഫറൻസ് സർഫസായി പ്രവർത്തിക്കുകയും ആവശ്യമുള്ള ആംഗിളിൽ വർക്ക് പീസ് സജ്ജീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രോസസ്സ് സമയത്ത് കൃത്യമായ അളവുകളും അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. ആവശ്യമുള്ള ആംഗിളിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ അളക്കാൻ ഡയൽ ഇൻഡിക്കേറ്റർ സഹായിക്കുന്നു. ആവശ്യമുള്ള ആംഗിൾ നേടിയ ശേഷം എന്തെങ്കിലും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതായി സർഫേസ് വൃത്തിയാക്കുകയും പിന്നെ കൃത്യതയ്ക്കായി ആംഗിൾ വീണ്ടും പരിശോധിക്കുകയും ചെയ്യുന്നു. എല്ലാ ആശയങ്ങളും വ്യായാമങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു അത്ഭുതകരമായ ആശയം കൊണ്ടുവരും. അതുവരെ ശ്രദ്ധിക്കുക.